ജാസ്മിന്റെ മോളെ എനിക്ക് എന്ത് പറ്റി മോളെ? ഗബ്രി പോയതിന്റെ വിഷമാണോ? ഈ അങ്ങാടി തോറ്റന് അമ്മൂമ്മന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്താണ് ജാസ്മിന്റെ കാര്യം? ജിൻഡോ ഇപ്പം പറഞ്ഞത് കറക്റ്റല്ലേ? ശരിക്കും ഗബ്രി പോകാനുള്ള നമ്പർ 1 റീസൺ ജാസ്മിൻ തന്നെയാണ്. ആ സത്യം ജാസ്മിൻ എന്തായാലും മനസ്സിലാക്കിയേ പറ്റൂ കേട്ടോ. അത് തിരിച്ചറിഞ്ഞിട്ട് വേണം ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ കളിക്കാൻ. എല്ലാ സമയത്തും ഒരു എരേനെ കൂടെ കിട്ടണമെന്നൊന്നുമില്ല. ഇത്രയും ദിവസം ഗബ്രി ഉണ്ടായിരുന്നു. ഗബ്രിനെ മുന്നിൽ നിർത്തി ജാസ്മിൻ കളിച്ച് അവസാനം ഗബ്രി എന്ത് ചെയ്തു? ഗബ്രി പുറത്തായി. ആ ഒരു സത്യം അംഗീകരിച്ചേ പറ്റൂ. പക്ഷേ ജാസ്മിൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഗബ്രി സീക്രട്ട് റൂമിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്നല്ലേ? അതുകൊണ്ടല്ലേ ഈ ക്യൂട്ട്നെസ് എല്ലാം വാരി വിതറി ഈ ക്യാമറയിൽ നോക്കി എൻ്റെ ഗബ്രി ചേട്ടൻ ഇപ്പോൾ എന്തെടുക്കുമായിരിക്കും, ആപ്പിൾ തിന്നുമായിരിക്കുമോ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സീസൺ 4 കഴിഞ്ഞ സംഭവമാണ്. ഡോക്ടർ റോബിനെ പുറത്താക്കിയ സമയത്ത് നമ്മുടെ ദിൽഷ ഇരുന്നിട്ട് കുറേ ഇതേപോലെ കളിച്ചതാണ്. സീക്രട്ട് റൂമിലിരുന്ന് കാണുമെന്ന് വിചാരിച്ചിട്ട് അതേ കളി ഇവിടെ കളിക്കാൻ നോക്കുവാണല്ലേ ജാസ്മിൻ കുട്ട. പക്ഷേ ചെക്കൻ വീട്ടിലെത്തിയിട്ട് സ്വന്തമായിട്ടുള്ള സീക്രട്ട് റൂമിൽ ഇരുന്ന് ഇപ്പോൾ ജാസ്മിനെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ചെക്കൻ പുറത്തെത്തിയിട്ട് ജാസ്മിനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇനി എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ പറ്റില്ല. കാരണം പുറത്തെ മൊത്തത്തിലുള്ള പരിപാടികളെല്ലാം ഒന്ന് അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആര്? മോളുടെ ഗബ്രി അണ്ണൻ. അപ്പോൾ മോള് ഗബ്രി പോയത് ജാസ്മിൻ മോളുടെ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നുള്ള ആ ഒരു സത്യം അംഗീകരിച്ച് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. ചേട്ടൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കുക. പക്ഷേ ചേട്ടൻ വരൂല എന്നുള്ള സത്യം പിന്നീട് ഒരാഴ്ച കഴിയുമ്പം മനസ്സിലാകും കേട്ടോ. അതുവരെ മോള് ഇങ്ങനെ ക്യാമറകളെല്ലാം നോക്കി കുറച്ച് കൊഞ്ചിക്കുഴഞ്ഞ് എല്ലാം നടന്നോ. അപ്പോൾ ഗബ്രി ചേട്ടൻ പുറത്തു നിന്ന് കാണുന്നുണ്ടെങ്കിലോ തിരിച്ചു വരുമ്പം ഇല്ല ഗബ്രി ചേട്ടൻ വിചാരിക്കൂലേ ഞാൻ പോയിട്ട് എൻ്റെ ജാസു മോൾ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല, വിഷമിച്ചില്ല എന്നൊക്കെ വിചാരിക്കൂലേ. അപ്പോൾ ഞാൻ അഭിനയിച്ചാന്ന് വിചാരിക്കും. അതുകൊണ്ട് കുറച്ച് ഒരാഴ്ച വരെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ വിഷമമൊക്കെ അനുഭവിച്ച് നടക്ക്. പിന്നെ ഗബ്രി ചേട്ടൻ വന്നില്ലെങ്കിൽ അതങ്ങോട്ട് നൈസായിട്ട് ഒഴിവാക്കി വിട്. ഏത്? നമ്മുടെ പുറത്തുള്ള മറ്റേ കാമുകനൊക്കെ ഒഴിവാക്കിയില്ലേ അതേപോലെ. ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ. ഇതൊക്കെ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ജാസ്മിൻ മോൾക്ക്? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ജിൻഡോ ചേട്ടനുമൊക്കെ ആയിട്ട് അടി കൂടാതെ സൗമ്യമായിട്ട് എന്തോന്നത് വാ തുറന്നിട്ടുണ്ട് എൻ്റെ പൊന്നടാവേ. ഇതേ ജാസ്മിൻ തന്നെയാണോ മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയെല്ലാം ആക്കിയിട്ട് ഭയങ്കര സൗണ്ട് തന്നെ വ്യത്യാസം? ഇതെങ്ങനെ സാധിക്കുന്നു ജാസ്മിൻ മോൾക്ക്? അപ്പോൾ ഏതായാലും ഇങ്ങനെ വീട്ടിലുള്ളവരെല്ലാവരോടും ഇങ്ങനെ അടികൂടി നടക്കാണ്ട് എല്ലാവരോടും കുറച്ച് സ്നേഹത്തോടെയൊക്കെ പെരുമാറ് കേട്ടോ. അപ്പോഴത്തേക്കും ഗബ്രി ചേട്ടൻ തിരിച്ചു വരും എന്ന് വിചാരിച്ച് അങ്ങനെ വരൂലേ? വരും അങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പോൾ നാട്ടിലേക്കൊന്നും എത്തിയിട്ടില്ല, എയർപോർട്ടിൽ എത്തിയിട്ടില്ല, ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുക. നമുക്ക് അടുത്ത ഒരാഴ്ച നമുക്ക് നോക്കാം ലാലേട്ടൻ കൊണ്ടുവരുമല്ലോ എന്ന് കേട്ടോ. ഓക്കെ.